അതിനാദ്യമായി അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്ന ഒരു ഉത്തരവ്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ൽ കൊണ്ട് കൽപ്പിക്കുന്നു, നീതി വേണം. സഹോദരങ്ങളെ, സമത്വം വേണം. നീതിയും സമത്വവും ഓരോ മനുഷ്യനിലും വേണം. വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും ആത്മീയ രംഗത്തും എല്ലാ രംഗങ്ങളിലും നീതി വേണം. ഒന്നും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് അനീതിയാണ്. ചിലത് മാത്രം വിശ്വസിക്കുക എന്നുള്ളതും ശരിയല്ല. വിരുദ്ധമായി വിശ്വസിക്കുക എന്നതും ശരിയല്ല. ചിലര് പറയുന്നു, ഒരു സൃഷ്ടാവിന്റെയും മറ്റൊന്നും സഹായമില്ലാതെ ഭൂമിക്ക് ചലനം സാധ്യമാണ് എന്ന്. സാധ്യമല്ല. നിയന്ത്രിക്കുന്നൊരു നിയന്താവില്ലാതെ നേരെ ചൊവ്വേ ഈ ലോകത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ബുദ്ധി കൊണ്ട്, ചെറിയൊരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മതി. അത് എത്ര രോഗങ്ങൾ സഹോദരങ്ങളെ നിർണയിക്കപ്പെടാൻ കഴിയാതെ പോകുന്നു. എല്ലാ കഴിവും തികഞ്ഞ് ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ്, പക്ഷേ അയാളെ പരിധിക്കപ്പുറത്തും കുറെ രോഗങ്ങളില്ലേ, മരുന്ന് കണ്ടെത്താൻ കഴിയാത്ത രോഗങ്ങളില്ലേ. ആരാണിത് വിടുന്നതും ആരാണിത് ചികിത്സിക്കുന്നതും? മാറൂല എന്ന് പറഞ്ഞതും മാറ്റുന്നത് ആരാണ്? മാറുമെന്ന് പറഞ്ഞത് മാറാതെ പോകുന്നത് ആരാണ്? എങ്ങനെയായി സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്? തീർത്തും പറയണം, ബുദ്ധിയുള്ളവൻ ഒരു മുദബ്ബിറുണ്ട്, നിയന്ത്രിക്കുന്നവനുണ്ട്. അപ്പൊ അവനിൽ വിശ്വസിക്കുന്ന വിശ്വാസമാണ് നീതി. തീരെ ഇല്ല എന്ന വിശ്വാസം അനീതിയാണ്. ഒന്നുമില്ല, ഒക്കെ സ്വയംഭൂവായതാണെന്ന് വിശ്വസിക്കുന്നത് അനീതിയാണ്. യഥാർത്ഥ ബുദ്ധിക്ക് യോജിച്ചതല്ലാതെ. കാരണം യഥാർത്ഥ ബുദ്ധിമാന് ചിന്തിക്കുന്ന നേരത്ത് അവനവന്റെ കൈകാര്യങ്ങളിൽ തന്നെ ആലോചിക്കുമ്പോ സ്വന്തം തീരുമാനമെടുക്കാൻ നമുക്ക് പലതും കഴിയുന്നില്ല. ഉണ്ടോ? കഴിയുന്നില്ല. ഞാൻ ഇന്നിവിടെ മഗ്‌രിബ് നിസ്കാരത്തിന് എത്തുന്ന ഉസ്താദിനോട് പറഞ്ഞു, അല്ലേ, ഇവിടെ എന്ത് എത്താതിരുന്ന്? എത്താൻ വേണ്ടി ശ്രമങ്ങളൊക്കെ നടത്തി, കുറച്ച് വൈകി. അങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്. നിങ്ങൾ ഇന്ന് എത്ര കാര്യങ്ങൾ നിശ്ചയിച്ചു? ഒക്കെ നടന്നോ? അല്ല, കറക്റ്റ് എല്ലാം ഇനിഷ്യേറ്റ് എല്ലാ ദിവസവും അങ്ങനെ കറക്റ്റ് നടക്കാറുണ്ടോ? നടക്കൂല. അതെന്താ നടക്കാത്ത? അതിനൊരു മുദബ്ബിർ, അവൻ നിശ്ചയിക്കും പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. എല്ലാവരും ഈമാനിലേക്ക് വരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിച്ച നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് അള്ളാഹുവിന്റെ വചനം, ഇല്ല നബിയെ, എല്ലാവരും ഈമാനിലേക്ക് വരുവോ? വരൂല. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ.